പറയണ്ടെന്ന് വിചാരിച്ചാ. കാരണം ഈ കോമന്റ് ഇടുന്നമാര് റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്, മറ്റേത് മറിച്ചത് അങ്ങ് പൊളിഞ്ഞു വരും. സോ ഗൈസ്, അതുകൊണ്ട് ഞാൻ പറയുവാണ്. അതായത് ഞാൻ ചില വീഡിയോസിനകത്ത് ഇവിടെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ഗ്രീൻ ഫ്ലാഗ്, റെഡ് ഫ്ലാഗ്, അല്ലാതെ ഗ്രീൻ ഫ്ലാഗ്, യു ആർ എ റെഡ് ഫ്ലാഗ് എന്നാണ് പറയുന്നത്. അതാണ് അവർ പറയുന്നത്. സി, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ട വ്യക്തി ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവളാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ ഇത്രയും കാലം എന്നോട് നിൽക്കത്തൂല. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ളതും രാഷ്ട്രീയപരമായിട്ട് നല്ല ചിന്താഗതി ഉള്ളവരും. ഇവളും സതീശൻ കന്നിക്കുട്ടിയുടെ ടീമായിരുന്നു, മനസ്സിലായില്ലയോ? ഞാൻ ഓപ്പോസിറ്റ് സംഘടനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, അതിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കുന്നതാണ്. എല്ലായിടത്തും എൻ്റെതായ ഇംപ്ലിമെൻറ്റ്സ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു ലൈഫിലേക്ക് വരികയാണ്. വന്ന സമയത്ത് ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ പാർട്ട്ണറിൽ കണ്ട ഫസ്റ്റ് കാര്യം എന്നുള്ളത് എനിക്ക് അയാളൊരു ഹോമായിരിക്കണം. എനിക്ക് ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുന്ന ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആളാണ്, ഇവന് നല്ലോണം സംസാരിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ്ലി ബ്ലാ 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 അങ്ങനെയാണ്. അപ്പം രണ്ടുപേരും സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫിൽട്രേഷൻ പറ്റില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നതേ പറയാവൂ, ഇത് ഇങ്ങനെ പറയാവൂ, ഈ രൂപത്തിലേ പറയാവൂ എന്നുള്ള പറച്ചിലൊന്നും ഞങ്ങളുടെ ഇടയില്ല. ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്ത് ഞങ്ങൾ പറയും. ആ ഒരു സ്പേസ് ഉണ്ട്. ഫീമെയിൽ ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടിനോട് അവരോട് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലും ഞാൻ ഇപ്പം ആഫ്റ്റർ ഇവ വന്ന ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് സംസാരിക്കും. അത്രയും സ്പേസ് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പം ഇവൻ പറയുന്നത് എനിക്ക് ഹേർട്ട് ആകുന്നുണ്ടെങ്കിൽ ഐ ആം ഹിയർ. ഞാൻ വാ തുറന്ന് പറയും, എന്റെ തിരിവെട്ടിയിരിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് അത്രയ്ക്ക് പാവമൊന്നും അല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പം ഞാൻ കുറച്ചുകൂടെ പാവമായിട്ടിരിക്കുന്ന ആ പാവ കണ്ടിട്ട് ഇവൻ 4 സ്കോട്ട്സ് കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് വിചാരിച്ചില്ല. ആക്ച്വലി എനിക്ക് വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും സ്പോട്ടിൽ ഞാൻ പറയുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ പറയും, ഞാനും തിരിച്ചു പറയാം. ഒന്നും പറഞ്ഞു നല്ലതാണെങ്കിൽ എനിക്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ അതേ രീതി ഞാൻ തിരിച്ചു പറയും. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അവള് പഠിച്ചതെന്ന് പറയുമ്പോൾ ജേർണലിസം, ലിറ്ററേച്ചർ. ആ കോളേജിലെ ഏറ്റവും കൊഴുത്തിരുമ്പ് പിടിപ്പിച്ച ഒരു പെങ്കൊച്ചായിരുന്നു അവള്. മറ്റേ സതീശൻ കന്നിക്കുഴി ടീമായിട്ട് തന്നെ പിന്നെ നല്ല ഇതായിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ രണ്ട് ചേരികളാണ്. ഞങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട. രാഷ്ട്രീയം പറഞ്ഞ പിന്നെ അങ്ങനെ ഞങ്ങൾ ആ വഴക്കിലോട്ട് ഞങ്ങൾ പോകും. സമയം തികത്തില്ല. ഞങ്ങൾ 3/4 മണിക്കൂർ ഇത് മാത്രം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു കേരളത്തിലെ ഒരു SFIക്കാരനും KCUകാരിക്കാരും ഇങ്ങനെ ഇതേപോലെ നിൽക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത ആദ്യ ഒരു ഡിസിഷൻ എന്തായിരുന്നു പറയാം, ഒരിക്കലും ഒരു SFIക്കാരനെ കെട്ടത്തില്ല. അത് SFIയുടെ സംസ്ഥാന ഭാരവാഹി, ടെക്നോസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള എന്നെ. അപ്പൊ അത്രയോട് പറയാനായിട്ട് ഞങ്ങൾക്ക് ഈ ബിഹൈൻഡ് ദ ക്യാമറ വേറെ മുഖം, ഇവിടെ വേറെ മുഖം. ഇതാണ് ഞങ്ങളുടെ ഒരു വൈബ്. അപ്പം എനിക്ക് എന്തും പറയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഇവനെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും I never choose him. Madam, can I stop? Okay, bye guys.